പതിവ് പോലെ മകൻ വിളിക്കുന്നതും കാത്തിരുന്ന ദീപ കേട്ടത് പക്ഷേ മകന്റെ മരണവാർത്തയായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങളുമായി ശ്രീഹരി കഴിഞ്ഞ ആഴ്ചയാണ് കുവൈറ്റിലേക്ക് ജോലിക്കായി എത്തുന്നത്. കഴിഞ്ഞ 5-ാം തീയതി മെക്കാനിക്കൽ എഞ്ചിനീയറായി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. പക്ഷേ ഇന്നലെ ഉറക്കമുണരാൻ ശ്രീഹരിയെ വിധി അനുവദിച്ചില്ല. ആ തീഗോളങ്ങൾക്കിടയിൽ ശ്രീഹരിയുടെ ജീവൻ നഷ്ടമായിരിക്കുകയാണ്. കുവൈറ്റിൽ ഇന്നലെ നടന്ന തീപിടുത്തത്തിൽ മരിച്ച ചങ്ങനാശ്ശേരി സ്വദേശി ശ്രീഹരിയുടെ വിയോഗ വാർത്ത വീട്ടിലേക്ക് വിളിച്ചറിയിക്കുന്നത് ശ്രീഹരിയുടെ പിതാവായ പ്രദീപ് തന്നെയായിരുന്നു. പ്രദീപും ജോലി ചെയ്യുന്നത് കുവൈറ്റിൽ തന്നെയാണ്. തീപിടുത്തത്തിന് ശേഷം ശ്രീഹരിയെ കാണാനില്ലായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ നടത്തിയ അന്വേഷണത്തിനിടെയാണ് തന്റെ മകനും അപകടത്തിൽ മരണപ്പെട്ടു എന്ന നടുക്കുന്ന സത്യം പ്രദീപ് അറിയുന്നത്. അതേസമയം തീപിടുത്തത്തിൽ മരണമടഞ്ഞ ആകാശിന്റെ വിയോഗവും നൊമ്പരമായിരിക്കുകയാണ്. ഓണത്തിന് നാട്ടിലെത്താനിരിക്കവെയാണ് മുടിയൂർക്കോണം ശോഭനാലയത്തിൽ പരേതനായ ശശിധരൻ നായരുടെയും ശോഭനകുമാരിയുടെയും മകൻ ആകാശ് എസ് നായർ എത്തി വിഴുങ്ങുന്നത്. 1 വർഷം മുൻപാണ് ആകാശ് അവസാനമായി നാട്ടിലെത്തിയത്. എന്നും നാട്ടിലുള്ള ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഫോണിൽ വിളിച്ച് സംസാരിക്കുമായിരുന്നു. ഇത്തവണ ഓണത്തിന് നാട്ടിലെത്തുമെന്ന് അറിയിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. തീപിടുത്തത്തിനെ കുറിച്ച് അറിഞ്ഞതു മുതൽ സുഹൃത്തുക്കൾ ആകാശിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഫോൺ എടുത്തിരുന്നില്ല. സുഹൃത്തായ അരുണും സുഹൃത്തുക്കളും വിവരം തേടി സംഭവസ്ഥലത്തെത്തിയപ്പോഴാണ് ആകാശ് കുവൈറ്റിലെ മുബാറക് ആശുപത്രിയിലുള്ളതായി അറിഞ്ഞത്. പിന്നീട് ആകാശിന്റെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. മരിച്ച ആകാശ് അവിവാഹിതനാണ്. തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം ഇപ്പോൾ 24 ആയിട്ടുണ്ട്. അപകടത്തിൽ മൊത്തം 49 പേർ മരിച്ചതായാണ് വിവരം. ഇതിൽ 26 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 50ഓളം പേരിൽ 30ഓളം പേരും മലയാളികളാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.